ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലുള്ള മാച്ച് ബോക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ചാപ്റ്റർ, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ആശപൂർണ ദേവി എന്ന ഒരു ബംഗാളി നോവലിസ്റ്റ് ആണ്. അവര് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. എന്താണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്? ഈ സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ ആദ്യം നോക്കാം. There are two ways of spreading light, to be the candle or the mirror that reflect it. നമുക്ക് രണ്ട് രീതിയിൽ വെളിച്ചം പരത്താനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഒരു ക്യാൻഡിലായിട്ട്, ഒരു മെഴുകുതിരി ആയിട്ട് വെളിച്ചം പരത്താൻ പറ്റും. അല്ലെങ്കിൽ അതേ മെഴുകുതിരിയുടെ വെട്ടത്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മിറർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. Women should choose between being a candle or a mirror and work for their own emancipation as well as for the generation to come. Okay. വുമൻസ് ചൂസ് ചെയ്യണം എന്ത്, ഒരു ക്യാൻഡിൽ ആവണോ അതോ മിറർ ആവണോ എന്ന് അവർ ചൂസ് ചെയ്യണം. ആൻഡ് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും പുതിയൊരു ജനറേഷൻ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വുമൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് ഇതിന് എന്തുകൊണ്ടാണ് മാച്ച് ബോക്സ് അല്ലെങ്കിൽ തീപ്പെട്ടി എന്ന് പേരിട്ടത് നോക്കുന്നത്? ഓക്കെ, ചാപ്റ്ററിലേക്ക് പോവാം. Okay. I always compare women to matchboxes. Why? Because of the way matchboxes are. Okay, ഞാൻ എപ്പോഴും വുമൻസിനെ മാച്ച് ബോക്സസ് വൈസ് കമ്പയർ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ബോക്സസും വുമൻസിന്റെ പോലെയാണ്, അല്ലെങ്കിൽ വുമൻസ് മാച്ച് ബോക്സിന്റെ പോലെയാണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ? ഇവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പവർ to set 100 langas aflame. They sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. എന്താ പറയുന്നത്? ഇവൻ ഡു ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് aflame. അവർക്ക് 100 ലങ്കാസ് ഒരുമിച്ച് കത്തിക്കാനുള്ള ഗൺ പവർ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും ദേ സിറ്റ് അറൌണ്ട് മീക്ക് ആൻഡ് ഇന്നസെന്റ്. അവര് എല്ലായിടത്തും വളരെ ശാന്തമായിട്ട്, ഇന്നസെന്റ് ആയിട്ട്, നിഷ്കളങ്കമായിട്ട് ഇരിക്കുന്നതാണ് പറയുന്നത്. ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദർ എനിവെയർ. ഓക്കെ, കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലും ഒക്കെ അവര് അവർക്ക് ഒരു 100 ലങ്കാസിനെ കത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും അവരെന്താണ് മിണ്ടാതിരിക്കുന്നതാണ് അടങ്ങി എന്താ പറയാ, ഇന്നസെന്റ് ആയിട്ട് വളരെ ശാന്തമായിട്ടിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, വുമൻസ് ടു ആർ എക്സാക്ട്ലി സെയിം. വുമൻസിനും ഇതുപോലെ 100 ലങ്കാസ് കത്തിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരും എന്താണ് കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ രക്ഷയായിട്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കുകയെന്നാ പറയുന്നത്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ വേണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഊട്ടിറപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരട്ടെ എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ ആശുപത്രിയിലേക്ക് ചോദിക്കുന്നത്. എന്താണ്? then look carefully at that enormous three-story house in front of us. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന 3-story ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നില വീടാണ്. നോർമൽസ് എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരമായിട്ടുള്ള വീട്ടിലേക്ക് ഒന്ന് നോക്കാനാണ് പറഞ്ഞത്. സൺഡേ മോർണിംഗ് എന്താണ്, ഒരു ഞായറാഴ്ച ദിവസം രാവിലെയാണ് കേട്ടോ ആ വീട്ടിലുള്ള ഒരു ഞായറാഴ്ച ദിവസത്തിലേക്കാണ് പോകുന്നത്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. ഓക്കെ, വാഷർമാന് പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊമെന്റ് ബിഫോർ ഹാൻഡിങ് ഓവർ എ ഹീപ്പ് ഓഫ് Ajit's dirty clothes to the washerman, Namita goes through the pockets one last time and discover the ledger. Okay, woman before handling over a heap of Ajit's dirty clothes to the washerman. വാഷർമാന് അജിത്തിന്റെ ഡേർട്ടി ക്ലോത്ത്സ്, അതായത് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് കൈമാറുന്നതിന് മുമ്പായിട്ട് നൊമിതാസ് ഗോ ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവർ ദ ലെറ്റർ. നൊമിത എന്നതും എന്താ അതിന്റെയൊക്കെ പോക്കറ്റുകളിലൊക്കെ ഒന്ന് കളിക്കട്ടെ, അതിന് ഒന്നുമില്ലല്ലോ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൈയിട്ട് നോക്കിയപ്പോൾ അവർക്ക് ഒരു ലെറ്റർ അതിൽ നിന്ന് കിട്ടാണ്. ഓക്കെ, നൊമിത എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അജിത്ത് എന്ന് പറയുന്നത് നൊമിതയുടെ ഹസ്ബൻഡ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കഥയിൽ വുമൻസിനെ റെപ്രസെന്റ് ചെയ്തത് നൊമിത എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, a twisted crumbled envelope with its mouth torn and on the envelope Nomida's name. Okay, ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പിളത്തിൽ, അതായത് ചുരുട്ടി കീറിയ രൂപത്തിലുള്ള ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ലെറ്റർ ആണ് അത് കാണാൻ പറ്റിയത്. ആൻഡ് അതിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് അതില് നൊമിതയുടെ ഓക്കെ, ഈ ഫ്ലെയിംസ് ഗോസ് dog in all Nomida's nerve away. She dropped the clothes in her hand and sits on the bed to open the letter. Okay, അത് കണ്ടപ്പോഴേക്കും നൊമിതയുടെ എല്ലാ നാഡി നരമ്പുകളിലൂടെയും ഒരു ഫ്ലെയിം, ഒരു
ദേഷ്യം ആളിക്കത്താണ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത് ഇൻ ഹർ ഹാൻഡ്സ് ആൻഡ് സിറ്റ് ഓൺ ദി ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ താഴെ ഇട്ടിട്ട് എന്താണ് ഷീ സിറ്റ്സ് ഓൺ ദി ബെഡ് ടു ഓപ്പൺ ദി ലെറ്റർ. ലെറ്റർ തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് ആ ബെഡിൽ ഇരിക്കുകയാണ്. The first thing she looked at is the date. Going by the day, the letter must have come about 3 days earlier. Okay, അവർ ആദ്യം ചെയ്തെന്താ, ആ ലെറ്ററിന്റെ ഡേറ്റ് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു 3 ദിവസം മുമ്പ് വന്നിട്ടുള്ള ലെറ്റർ ആണിതെന്ന്. Okay, she turned over the envelope and matches the postmark with the date. That two bear the same witness. Okay, അവരുടെ ഇത് എൻവലപ്പും പോസ്റ്റ് മാർക്കും തമ്മിലുള്ള ഡേറ്റ് ഒക്കെ നോക്കി നോക്കി. അപ്പോഴും ഇതേ സെയിം കാര്യം തന്നെയാണ് അവർക്ക് മനസ്സിലായത്. The letter come 3 days ago. 3 ദിവസം മുമ്പ് ഈ ലെറ്റർ അവിടെ കിട്ടിയിട്ടുണ്ട്, അജിത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അജിത് ഹാസ് ഓപ്പൺ ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്, then crumbled it and twisted it and dropped it into his pocket and left it there. Okay, അജിത് എന്താ ചെയ്തിട്ടുള്ളത്, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കിയിട്ടുണ്ട്. വായിച്ചു നോക്കിയിട്ട് അത് ചുരുട്ടി കൂട്ടിയിട്ട് അവന്റെ പോക്കറ്റിലേക്ക് ഇടാൻ ചെയ്തിട്ടുള്ളത്. ഹാസൻ ഫെൽ ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഇവൻ വൺസ് ടു നമിത. നമിതയോട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു കത്ത് നിനക്ക് വേണ്ടി വന്നിട്ടുണ്ട്, നിന്റെ പേരിൽ വന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു മനസ്സാറ് കാണിച്ചിട്ടില്ല. The flame that had gone up top now burns steadily, hissing, sounding its note on each of her mind streams. എന്താണ് പറയുന്നത്, ഇത് അറിഞ്ഞതോട് കൂടിയിട്ട് നമിതന്റെ ഉള്ളിലുള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ, അത് ആളിക്കത്താണ്. ഹിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാമ്പിന്റെ സൗണ്ട്, പാമ്പ് ചീറ്റുന്നതിനാണ് ഹിസ്സിങ് എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ എന്താ പറയുക, നമിതയുടെ ദേഷ്യമായിട്ട് തന്നെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. Okay. അപ്പോ ദേഷ്യം കൊണ്ട് ആള് ഒന്ന് ഹിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കൊണ്ട് നെടുവീർപ്പിടാന്നൊക്കെ പറയും, ആ ഒരു സംഭവമാണ്. Okay. Because this incident is not casual oversight, it's deliberate. അതായത് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സാധാരണ എന്താ പറയാ, ഒരു സാധാരണമായി നടക്കുന്ന ഒരു മറവിയല്ല. ഇറ്റ്സ് ഡെലിബറേറ്റ്, മനഃപൂർവ്വം അജിത്ത് കൊടുക്കാതിരുന്നതാണ്. ഒരു ലെറ്റർ നമ്മൾക്ക് വന്നിട്ടും മനഃപൂർവ്വം അത് കൊടുക്കാതിരുന്നതാണ് അജിത്ത്. അജിത് നേച്ചർ ഇസ് എക്സാക്ട്ലി സെയിം. അജിത്തിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. Somehow he gained possession of the key to the letter box, fishing it through the gaps among the fifth to hand of, of this joint family. Okay, അപ്പൊ അജിത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ 26 മെമ്പേഴ്സ് ഉണ്ട് അവരുടെ ഫാമിലിയിൽ. അപ്പോൾ അവരുടെയൊക്കെ 52 ഹാൻഡ്സിൽ നിന്ന് എങ്ങനെയൊക്കെയോ അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലെറ്റർ ബോക്സിന്റെ കീ അവന്റെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് whenever there is a letter with Nomda's name on the envelope, he open and read it first. എപ്പോഴും ആദ്യം അജിത്ത് തുറന്നിട്ട് വായിച്ചു നോക്കും. ആൻഡ് ഓൺലി ദെൻ ഡസ് ഹി ഗീവ് ഇറ്റ് ഹർ. അതിനുശേഷം മാത്രമേ അത് അവൾക്ക് കൊടുക്കുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓഫൺ ടൈം ഹി ഡസൻ ഗീവ് ഇറ്റ് ടു ഹർ അറ്റ് ഓൾ. ഓക്കെ, അപ്പം ഇതിനു മുമ്പും ഒരു പക്ഷെ ഇങ്ങനെ ലെറ്റർ നമിതയുടെ പേരിൽ വന്നിട്ട് അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് കൊടുക്കാതെ അത് കളഞ്ഞിട്ടുണ്ടാവും എന്നൊരു സംശയം അവളില് ഉടലെടുക്കുകയാണ്. എന്താണ്, അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ദ സസ്പീഷൻ ദാറ്റ് ഹാസ് ടേക്കൻ ഡീപ് റൂട്ട് ഇൻ ദ നമിതാസ് മൈൻഡ്. ഓക്കെ, ഇതിനു മുമ്പും ഇങ്ങനെ കത്ത് വന്നിട്ടുണ്ടാവും, അതെനിക്ക് തരാതെ അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കളഞ്ഞിട്ടുണ്ടാവും എന്നതിൽ ഭയങ്കര സംശയം. സസ്പീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. അങ്ങനൊരു സംശയം ആരുടെ മൈൻഡിൽ വരാണ്, നമിതയുടെ മൈൻഡിൽ വരാണ്. Even though to this days Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree of suspicion. Okay, ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കാര്യം പോലും അജിത്ത് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച്. അജിത്ത് cannot truthfully make the claim that he has been able to discover any letter in the slightest degree of suspicion. ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ പോലും ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അജിത്ത് എന്തിട്ടില്ല, നമിതയോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോൺ ഗോൺ. ഈ ഒരു അഗ്ലി ഹാബിറ്റ്, അജിത്തിന്റെ ഈ ഒരു അഗ്ലി ഹാബിറ്റ് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് നമിത മനസ്സിലാക്കരുതാണ്. നോട്ട് വിത്ത് നമിതാസ് ആങ്കർ, നോട്ട് ടേക്കിംഗ് ഓഫൻസ്, നോട്ട് വിത്ത് bitter reproaches, trying to shame sarcasm, not with anything. ഓക്കെ, നമിത എന്ത് ചെയ്യും, ആദ്യം നമിത ദേഷ്യപ്പെട്ട് നോക്കും, പിന്നെ അവനോട് തല്ലുപിടിച്ച് നോക്കും. എന്താണ് ബെറ്റർ റിപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി നോക്കും. അവനെ കളിയാക്കും, സർക്കാസം, അവനെ കളിയാക്കും, ഷെയിം ചെയ്യും. എന്നിട്ട് പോലും അവന്റെ ഒരു സ്വഭാവം എന്തെന്നില്ല, മാറുന്നില്ല. If she mentioned it, first he tried to laugh it away.
ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഈ ഒരു സ്വഭാവത്തിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവൻ എന്ത് ചെയ്യും, അത് ചിരിച്ചു തള്ളും. ദാറ്റ് ആൻഡ് if Lawford doesn't get him out of deep water, he scolds her. ചിരിച്ചുകൊണ്ട് കളിയിട്ടും അവള് കാര്യം വിടുന്നില്ല എന്നാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവളെ ചീത്ത വിളിക്കും. She sits perfectly still for a minute and read the letter through. അവൾ എന്ത് ചെയ്തു, ഒരു അവിടെ കോമായിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് ആ ഒരു ലെറ്റർ വായിക്കാൻ തുടങ്ങി. ഇറ്റ് ഇസ് നത്തിങ് മച്ച്. ഓക്കെ, അത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലെറ്റർ ഫ്രം നമിതാസ് മൈൻഡ്, അതൊരു നമിതയുടെ മദറിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ലെറ്റർ ആയിരുന്നു. നമിതയുടെ മദർ നമിതക്ക് അയച്ചിട്ടുള്ള ഒരു ലെറ്ററാണ്. ഇറ്റ് ഹാസ് സ്റ്റാൻഡേർഡ് പേജ്. അവളുടെ അമ്മ എപ്പോഴും അയക്കുന്ന രീതിയിലുള്ള ഒരു കത്ത് തന്നെയാണത്. ആൻഡ് ദ ഗുഡ് വുമൺ ഹാസ് once again placed on the record the newspaper of the news of her various hardships and complaints getting worse. ഓക്കെ, കാര്യമായിട്ടൊന്നുമില്ല. അത് നമിതയുടെ അമ്മ എപ്പോഴും അയക്കുന്ന രീതിയിലുള്ള അവരുടെ കഷ്ടപ്പാടും ഹാർഡ്ഷിപ്സ് ഒക്കെ കംപ്ലീറ്റ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ്. മിസ് ഫോർച്യൂൺ അപ്പോൾ മിസ് ഫോർച്യൂൺ the ceiling of her room is cracked and the rain water falls through the ceaseless winds. എന്നാണ് അവരുടെ റൂമിന്റെ സീലിംഗ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൻ വാട്ടർ എന്താണ് വീട്ടിലേക്ക് നനയുന്നുണ്ടെന്നാണ് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റിമേഡഡ്. ഓക്കെ, അത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷീ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയിറ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. ഓക്കെ, അത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷെ ആ ഒരു കൊളാപ്സ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റൂഫ് ചിലപ്പോൾ നാശമായിട്ട് വീണേക്കാം. അപ്പൊ അതിന്റെ താഴെ കിടന്നിട്ട് ഞാൻ മരിച്ചു പോയേക്കാം എന്നൊക്കെ ആരെ എഴുതിക്കാണ്, അവരുടെ അമ്മ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് dread that eventually her daughter is a queen, her son-in-law high-minded lads hurted therefore. ഓക്കെ, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താണ്, അവരുടെ ഡോട്ടർ എന്താ മകളൊരു രാജ്ഞിയാണ്. അവരുടെ സണ്ണിൻലോ, അതായത് അജിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ മൈൻഡഡ് ആയിട്ടുള്ള വിശാല മനസ്കനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കിടന്ന് മരിക്കേണ്ടി വരില്ല എന്ന് ആര് പറയാണ്, നമിതയുടെ അമ്മ പറയാം. ഓക്കെ, an indigent widow without a husband or son, she was successful in concerning her daughter to the wealthy family's house on the strength of looks alone. Okay, ഒരു എന്താണ് നമിതയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു വിഡോ ആണ്. നമിതയുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമിതയുടെ അമ്മ ഒരു വിഡോ ആണ്. അപ്പോൾ ഒരു ഹസ്ബൻഡിന്റെയോ അല്ലെങ്കിൽ മകന്റെയോ സഹായം ഇല്ലാതെ അവരെന്താണ് അവരുടെ ഡോട്ടറിന്റെ മകളെ ഒരു വെൽത്തി ഫാമിലിയായി കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, അതിന്റെ കാരണം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമിതയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരുടെ വെൽത്തി ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു വിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്സ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹെർ സ്കിൽ ഇൻ ദ മാറ്റർ. ഓക്കെ, ഇങ്ങനൊരു നമിതേനെ ഇങ്ങനൊരു നല്ല വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയച്ചത് കൊണ്ട് തന്നെ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി പോലും ആരും കളയാറുണ്ടായിരുന്നില്ല, അവരുടെ അമ്മ കളയാറുണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ഷി ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോ. കളയാറുണ്ടായിരുന്നത് മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കാറുണ്ട്, നമിതയുടെ അമ്മ ശ്രമിക്കാറുണ്ട്. ഓക്കെ, whenever Ajit sees a letter from Namita's mother, he smiled derisively and says, ഓക്കെ, എന്താണ് എപ്പോഴെങ്കിലും നമിതയുടെ അമ്മയുടെ രജത്ത് കണ്ടു കഴിഞ്ഞാൽ അവന് സ്മൈൽസ് ഡെറിസീവ്ലി എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയും, എന്താണ്, വൈ ബോദർ ടു റീഡ് ദാറ്റ്, ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് ദ മണി ഓർഡർ ഫോം. എന്തിനാണ് അത് വായിക്കേണ്ട ആവശ്യം, ഞാൻ പോയിട്ട് ഒരു മണി ഓർഡർ ഫോം ഫിൽ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമിതേനെ കളിയാക്കും. നമിതാസ് ഹെഡ് ഹാങ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമിതയുടെ തല എപ്പോഴും എന്താ കുഞ്ഞു പോകാറുണ്ട്. ആ ഇൻസൾട്ട് ഒക്കെ കാരണം നമിത എപ്പോഴും തല താഴ്ത്തിയിരിക്കേണ്ടി വരാറുണ്ട്. സോ sometimes ago, all out of the anger and grief, Nomita forbade her mother from writing to her പോസ്റ്റ് കാർഡ്സ്. അതുകൊണ്ട് തന്നെ നമിത എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ദേഷ്യമൊക്കെ കാരണം അമ്മേനോട് ഇങ്ങനെ പോസ്റ്റ് കാർഡ്സിൽ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ ഹാഡ് thought that from then she had to try to send her a little money. ഓക്കെ, അതിനുശേഷം നമിത കുറച്ച് പൈസ അവളുടെ അമ്മക്ക് അയക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗദർ ഇൻ സീക്രട്ട്. ഓക്കെ, അവള് സീക്രട്ട് ആയിട്ട് എടുത്തു വെക്കുന്നത് പൈസ അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം എന്ന് അവള് കരുതിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് വാസ് വാട്ട് കെയിം
ഓഫ് ലെറ്റർ ഇൻ എൻവലപ്സ് ടു. ഓക്കെ, പോസ്റ്റ് കാർഡ്സിൽ എഴുതരുത് എന്ന് നമിത വാൺ ചെയ്തതുകൊണ്ടാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, എൻവലപ്പ് ആയിട്ട് അവളുടെ അമ്മ കത്തുകളായിട്ട് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. കാരണം പോസ്റ്റ് കാർഡ്സ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ആണ്, അവർക്ക് കാണുന്ന ആർക്കും അത് വായിക്കാൻ പറ്റും. അപ്പോൾ വായിക്കുന്നവരുടെ മുന്നിൽ ആര് ഇൻസൾട്ട് ആവാണ്, നമിത ഇൻസൾട്ടഡ് ആവാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പോസ്റ്റ് കാർഡ്സിൽ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എൻവലപ്പിലായിട്ടുണ്ട് എഴുത്ത്. ഓക്കെ, suddenly Nomita's flames into anger at her mother. ഓക്കെ, ഇത്രയും നേരം അജിത്തിനോടുണ്ടായിരുന്ന ദേഷ്യം പെട്ടെന്ന് അത് ആരോടായി മാറാണ്, അവളുടെ അമ്മയോടായിട്ട് മാറാണ്. വൈ ഡസ് ഷീ കീപ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ബെഗ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ യാചിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നൊമിത കീപ് ഹർ സെൽഫ് റെസ്പെക്ട്, ഹർ ഡിഗ്നിറ്റി? എന്തുകൊണ്ടാണ് നൊമിതനെ അവളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അമ്മ പെരുമാറുന്നത്? നോ, ദിസ് ടൈം ഷി വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി, ഐ കാൻ ഡു എനിമോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. ഓക്കെ, ഇത്തവണ ഞാൻ എന്തായാലും അമ്മയ്ക്ക് എഴുതും. എന്തെഴുതാണ്, എനിക്കിനി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്ത് നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ അമ്മക്ക് എഴുതുമെന്ന് ആര് കരുതാണ്, നമിത കരുതാണ്. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Okay, ഇതേ സമയത്താണ് അജിത്ത് റൂമിലേക്ക് അവന്റെ വിശാലമായ കുളി, സൺഡേ എന്ന് പറയുമ്പോൾ ലീവുള്ള ദിവസമാണ്. അപ്പോൾ വിശാലമായ കുളിയൊക്കെ കുളിച്ചിട്ട് അജിത്ത് പിന്നെ റൂമിലേക്ക് കയറി വരുന്നത് കറക്റ്റ് ടൈമിലാണ്. നമിതാ's sharp indignation at the insult simmering all this while seems to want to dash itself violently against him. Okay, അത് നമിത ഓൾറെഡി ഈ തിരിച്ചു പിടിച്ചിങ്ങനെ നിൽക്കാൻ, അപ്പൊ കറക്റ്റ് സമയത്താണ് ആരിങ്ങനെ കയറി വരുന്നത്, അജിത്ത് കയറി വരുന്നത്. നേരെ അവളുടെ ദേഷ്യം മുഴുവൻ അവന്റെ മേത്തേക്ക് എടുക്കാണ്. നമിത റോഡ് ഔട്ട്. ഓക്കെ, നമിത ഗർജിക്കാണ്, സിംഹമൊക്കെ ഗർജിക്കുന്നതിനാണ് റോർ എന്ന് പറയുന്നത്. വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? എന്നാണ് ഈ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ, എപ്പോഴാണ് നിങ്ങളുടെ ലെറ്റർ കിട്ടിയതെന്ന് ഒരു അലർച്ചയോട് കൂടിയിട്ട് ആര് ചോദിക്കാണ്, നമിത ചോദിക്കാണ്. ആൻഡ് ഗ്ലാൻസസ് ഒബ്ലിക്ലി, അതായത് നമിത കാണാത്ത രീതിയിൽ അവൻ എന്ത് ചെയ്യാണ്, ഇടങ്ങനായിട്ട് നോക്കുകയാണ്. എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. ഓക്കെ, അവന്റെ ഇപ്പം അത് നമിതക്ക് കൊടുക്കാതെ കളയാൻ വെച്ചിട്ടുണ്ടായിരുന്ന ലെറ്ററാണ് അവന് മറന്ന് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് അവന് തെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ആ ഒരു ലെറ്റർ കളയാതെ ഇരുന്നതാണ് അവന്റെ തെറ്റായിട്ട് അവനെ കരുതുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണല്ലോ ആര് കണ്ടുപിടിച്ചത്, നമിത ആ ഒരു ലെറ്റർ അടിച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ വലുപ്പത്തിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ മിണ്ടാതെ നിൽക്കാണ്. ഓക്കെ, അവള് ഇടങ്ങനായിട്ട് നോക്കുകയാണ്, അവൾക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അനദർ ഹാഫ് ഓഫ് ക്യാഷ് ഫോർ ദിസ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഇനിയും കുറെ ക്യാഷ് കളയേണ്ടി വരും. ഹി ഹാഡ് തോട്ട്. ഓക്കെ, ചിന്തിച്ചു. ആൻഡ് ഡിസൈഡഡ് നോട്ട് ഗിവ് ദ ലെറ്റർ ടു നമിത. അതുകൊണ്ടാണ് നമിതക്ക് ലെറ്റർ കൊടുക്കാതിരുന്നത്. ലെറ്റർ കൊടുത്താൽ കുറച്ചുകൂടി പൈസ എന്തായാലും അയച്ചു കൊടുക്കേണ്ടി വരും. അത് കയറിയിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഹി ഹാഡ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. ഞാനൊരു വലിയ മിസ്റ്റേക്ക് ഇവിടെ കാണുന്നത്. that Ajit is going to feel abashed about it. But okay. So try hard to remember. He says, let's. Okay. അവന് ആ ഒരു കാര്യം ഇരിക്കുന്ന ട്രൈയിങ് ടു ഹാർഡ് റിമെമ്പർ. ഓക്കെ, ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന പോലെ പറയട്ടോ. അവൻ ചോദിക്കുകയാണ്, എന്താണ് കത്തോ, ലെറ്റർ, എന്ത് കത്ത്? ഓ യെസ് എന്ത്? there was a letter from my mother. ആ ശരിയാണ്, നിന്റെ മദറിന്റെ കയ്യിൽ നിന്ന് ലെറ്റർ ഞാനത് മറന്നു പോയതാണ്, നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിട്ട് മറന്നു പോയതാണെന്ന് ആര് പറയാണ്, അജിത്ത് പറയാണ്. വൈ വൈ ഹാഡ് യു ഗോ അറൗണ്ട് ഇറ്റ്? വൈ ആൻസർ മീ. വൈ ഹാഡ്ന്റ് യു ഗോ അറൗണ്ട് ഇറ്റ്? എന്തുകൊണ്ടാണ് എനിക്ക് തന്നില്ല, എന്തുകൊണ്ടാണ് എന്ന് മറച്ചു വെച്ചു എന്നാണ് ചോദിക്കുന്നത്. What a nuisance. അജിതേ, I had എന്താണ് നീ ശബ്ദം, നീ എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ഞാനത് മറന്നു പോയതാണ്, അതിനെന്താണ് പ്രശ്നം? ഇല്ല, കള്ളമാണ് നിങ്ങൾ പറയുന്നത്. നമിത ഹീസസ് ലൈക്ക് സ്നേക്ക്, ഒരു പാമ്പിനെ പോലെ ചീറ്റാണ്. അവൾക്ക് അത്രയും ദേഷ്യം വന്നിട്ടുണ്ട്. നീ എന്തിനാണ് നിന്റെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത്? എന്താ മനുഷ്യന്മാരെ മറന്നുപോകില്ലേ എന്ന് ആലോചിക്കാണ്. അജിത്ത് തിരിച്ചു ചോദിക്കാണ്. വൈ ഓപ്പൺ ലെറ്റർ? ഇല്ല, മനുഷ്യന്മാർ മറന്നു പോകില്ല. എന്തിനാണ് നിങ്ങൾ എന്ത് ലെറ്റർ ഓപ്പൺ ചെയ്തത്? നോമിതയും വിട്ടുകൊടുക്കാൻ എന്തല്ല തയ്യാറല്ല. This Shaj Ajit tried to scatter to the wind,
ഓപ്പൺ ഇറ്റ് മൈ ഓൺ വൈറ്റ്സ് ലെറ്റർ. ഞാനത് ഓപ്പൺ ചെയ്താൽ എന്താ ഇപ്പൊ പ്രശ്നം? അതെന്റെ സ്വന്തം പേരല്ലേ. ഞാൻ ഓപ്പൺ ചെയ്താൽ എന്താണ് പ്രശ്നം? ബി ക്വയറ്റ്. ഐ ടെൽ യു ഫോർ വാട്ട് റീസൺ ഷി ഓപ്പൺ മൈ ലെറ്റർ. മിണ്ടാതിരി മിണ്ടാതിരി. എന്താണ് നമിത ദേഷ്യത്തോടെ പറയണം, മിണ്ടാതിരിക്കും എനിക്ക്. ഓപ്പൺ ചെയ്തത്. haven't I told you 1,000 times not to? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ആയിട്ട് ഞാൻ പറഞ്ഞു ലെറ്റർ ഓപ്പൺ ചെയ്യരുതെന്ന്. അജിത് doesn't fear numbers anger, he fear error. Okay. അവർക്ക് പേടിയില്ല, അജിത്തിന് പേടിയില്ല, പക്ഷെ അവളുമായിട്ട് വാക്ക് തർക്കത്തിനാണ് പേടിയാക്കാൻ ഒരിക്കലും ജയിക്കില്ല അറിയാം. സോ ഈ സ്മൈൽസ് അവര് ഒരു ഉണ്ടാക്കിയ ചിരിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞു. then it's definitely something. നീ എന്നെ അതിൽ നിന്ന് തടയുകയാണെങ്കിൽ, അതായത് അതിനെ തടയുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒന്ന് ഉണ്ടല്ലോ. ഷുഡൻ ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ പാസിംഗ് യു ലവ് ലെറ്റർ. ഞാൻ ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ട് ആരും സീക്രട്ട് ആയിട്ട് ലവ് ലെറ്റർ വായിക്കുന്നില്ല എന്ന്. സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എ കോമൺ വോൾഗർ മാൻ യു ആർ. ഒന്നും മിണ്ടാതിരിക്കുക. നിങ്ങൾ എന്തൊരു വൃത്തികെട്ട സാധാരണ മനുഷ്യനാണ്. വൾഗർമാൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സാധാരണ മനുഷ്യൻ ആണെന്നാണ് ചോദിക്കുന്നത്. It is not possible for Ajit to smile. അജിത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവന്റെ മുഖത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഫേക്ക് സ്മൈൽ തുടരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൗ ഹി ടു പിക്സ് ദ പോയിസൺ നൈഫ്. അവനും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പോയിസൺ നൈഫ്. പോയിസൺ നൈഫ് എന്ന് പറഞ്ഞാല് മറ്റേത് വാക്കുകൾ അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഹി സേസ് is that so? Those who wine day and night and hold out their palms to their son-in-law, then high class become a cute and so. എന്താ പറയുന്നത്? Is that so? Those who wine day and night and hold out their palms to the son-in-law. രാവിലെയും രാത്രിയും പകലും ഒന്നുമില്ലാതെ അവരുടെ സണ്ണിലോ, അതായത് രാജിക്കുന്നവരാണ് ഹൈ ക്ലാസ് അതായത് ചാണക വാരി എന്നൊക്കെയാണ് ഡൺ പിക്കേഴ്സ് എന്നർത്ഥം. അവരുടെ നമുക്ക് ഒരു രാജ്ഞിയായത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. എന്താണ് their room is on the third floor. That is a blessing. Otherwise, with that scream, everyone would have to come look. Okay. എന്താണ് അവരുടെ റൂം എന്താണ്, മുകളിൽ മൂന്നാമത്തെ നിലയിലാണ്. ഒരു കണക്ക് എന്താണ്, ഒരു വൃത്തിയാണ്. ഓക്കെ. അവരുടെ റൂമും മൂന്നാമത്തെ നിലയിലായതുകൊണ്ട് അവളുടെ ശബ്ദം ആരും കേൾക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അലർച്ച കേട്ടിട്ട് എല്ലാരും വന്ന് നോക്കിയാനെ. എന്താണ് ഷട്ടപ്പ്. അജിത് ഡോർ ഔട്ട്. വാട്ട് ഷട്ടപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ ഡു യു? ക്യാൻ യു ഡു എനിത്തിങ്? ഒന്നും മിണ്ടാതിരിക്കേ. അജിത്തും ചൂടാവാണ്. എന്താ പറയുന്നത്? നീ എന്തിനാണ് എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നത്? എന്താണ് നീ എന്തിനാണ് എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, എന്നെ സന്തോഷിപ്പിക്കുന്ന എന്തും ഞാൻ ചെയ്യും. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കാണ്, അജിത്ത് ചോദിക്കാണ്. ഐ കാൺ ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓൾമോസ്റ്റ് പാനിങ് ഓഫ് ദ പ്രൊനൗൺസ് ഓൺ ഈച്ച് വേർഡ് ക്ലിയർലി. യു വോണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണോ? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമിത ഓരോ വാക്കും വളരെ ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് ചോദിക്കാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി she does something that it is astonishing. Astonishing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം പെട്ടെന്ന് അവൾ ചെയ്യാണ്. എന്താണ് ചെയ്യുന്നത്? She grabs Ajit's matchbox that lying near the cigarettes on the table and fish. She lights a matchstick and touches it. സാരി, എന്താ പറയുന്നത്? അജിത്തിന്റെ മാച്ച് ബോക്സ്, അവൻ സിഗരറ്റ്സ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന മാച്ച് ബോക്സ് ഉണ്ട്, ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് കത്തിച്ചിട്ട് അവൾ അവളുടെ സാരിയിലേക്ക് തൊട്ടുകൊടുക്കുകയാണ്. ഇൻസ്റ്റന്റ്ലി ഇറ്റ് ഫ്രയേഴ്സ് അപ്പ്. ഓക്കെ. ദ വെരി ഫൈൻ ആഞ്ചൽ ഓഫ് വെൽത്തി വൈഫ് സാരി. ഓക്കെ. പെട്ടെന്ന് തന്നെ അത് അവളുടെ സാരിയിൽ കത്തിപ്പിടിക്കാണ്, ആളി കത്താണ് ചെയ്യുന്നത്. എന്താണ് the very next instant, Ajit, have you gone mad? He says and jumped to her side and grabbed the burning patches and slapped it between his hands and put out the fire. എന്താണ്
ആ ഒരു സമയത്ത് തന്നെ, അതായത് അവള് കത്തിച്ച സാരിയിലേക്ക് വെച്ച ഉടനെ തന്നെ അത് ആളി കത്തി. ആ സമയത്താണ് അജിത്തിന് ബോധം വരുന്നത്. അജിത്ത് ഓടി അത് അവളുടെ അടുത്തേക്ക് ചാടിയിട്ട് രണ്ട് കൈയുടെയും ഇടയിലിട്ടിട്ട് അതിന് ആ ഒരു തീന അണക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹാവ് യു ഗോൺ മാഡ്? നിനക്ക് എന്താണ് ഭ്രാന്തായോ എന്ന് അവന് അവളോട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, നൗ ഹി ഈസ് എ ലിറ്റിൽ അപ്രൈഡ് ആൻഡ് ഹി ലുക്ക് ഫിയർഫുള്ളി അറ്റ് നമിതാസ് ഫേസ്. ഈ സമയത്ത് അജിത്തിന് ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ട്. അവന് പേടിയോടുകൂടി നമിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. സീസ് എ ഫയർ ബേണിംഗ് there bright blazing red. അവളുടെ മുഖത്ത് തീ കത്തുന്ന പോലെയുള്ള ഒരു ദേഷ്യം അവളുടെ മുഖത്ത് അവനെ കാണാണ്. He doesn't have the courage to put out the fire by slapping it between his hands. ഓക്കെ, അവന്റെ കയ്യിൽ ഇരുന്നിട്ട് ആ ഒരു തീനണക്കാനുള്ള ധൈര്യം അവന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സോ ഹി ട്രൈസ് ടു pour water on it. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു തീ അണക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഹി അറ്റംപ്റ്റഡ് ടു സ്പീക്ക് നോർമലി. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ട് അവൻ എന്ത് ചെയ്യണം, ദേശീയ കടക്കി ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ട് അവൻ ആ ഒരു ശാന്തമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. യു ലോസ് ഓൾ കോമൺ സെൻസ് വെൻ യു ആർ ഗെറ്റ് ഡോണ്ട് യു? നീ നിന്റെ കോമൺ സെൻസ് ഒക്കെ മറന്നു പോകുകയാണ്. നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിന്റെ കോമൺ സെൻസ് ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. വുമൻ ആൻഡ് സച്ച് ആങ്കർ. ഒരു പെണ്ണിന് ഇത്രയും ദേഷ്യമോ? അവൻ ചോദിക്കാൻ. Who knows that what Nomita would have said next? ആർക്കും അറിയില്ല എന്താണ് നമിത അടുത്ത് പറഞ്ഞത്. ബട്ട് റൈറ്റ് ദെൻ, ആ സമയത്ത് തന്നെ ഹർ നീസ് റിനീസ് അവളുടെ നീസ് ആയിട്ടുള്ള റീനി വന്നിട്ട് ആ ഒരു റൂമിലേക്ക് കടന്നു വരികയാണ്. ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് പിയേഴ്സിംഗ്ലി. പെട്ടെന്ന് തന്നെ റിനി എന്താണ് നമിതയോട് പറയാണ്. പിയേഴ്സിംഗ്ലി എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ കുത്തിക്കറിഞ്ഞ രീതിയിൽ അവളോട് പറയാണ്. സോ കുരിമ, how much longer does the washerman have to wait? ഇത്ര സമയം നിങ്ങളെ ആ വാഷർമാൻ കാത്തിരിക്കണം. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. എന്താണ്, നിങ്ങൾക്ക് ഒരു ക്ലോത്തും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയെങ്കിലും വേണ്ട, നിങ്ങൾ എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവളോട് പറയാണ്. ഫോർ എ സെക്കൻഡ് ഓർ ടു നമിത ഇസ് സ്റ്റിൽ. 1-2 സെക്കൻഡ് നമിത ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്. ഒരുപക്ഷെ വാഷർമാന്റെ ഫേസ് എന്ത് ചെയ്യാണ്, ചിന്തിക്കായിരിക്കും, ഓർത്തെടുക്കാൻ ശ്രമിക്കായിരിക്കും. വെയിറ്റിംഗ് ഫോർ ഡൗൺ സ്റ്റേഴ്സ്, അവൾക്ക് വേണ്ടിയിട്ട് എന്താ കാത്തിരിക്കുന്നത്. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡേറ്റഡ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിംഗ് ദം. ഓക്കെ, അവളുടെ ഡേറ്റഡ് ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ട് അടുക്കി വെക്കാനായിട്ട് തുടങ്ങണം. ഷീ സേസ് ഇൻ കാം ടോൺ. അവൾ കാമായിട്ട് അവളോട് പറയാണ്. ഗോ ടെൽ ഹിം ഐ എം കമ്മിങ്, ഐ എം ബ്രിങ്ങിങ് ദി ക്ലോത്ത്സ്. അയാളോട് പറയും, അവിടെ കാത്തിരിക്കാൻ പറയും, ഞാൻ വരികയാണ്, ഞാൻ ഡ്രസ്സുകൾ എടുത്ത് വെക്കാണ് എന്ന് റിനി എന്നോട് നമിത പറഞ്ഞേൽപ്പിക്കുകയാണ്. ഓക്കെ, നമിത സ്പീക്സ് മൈൻഡ് ആൻഡ് നോ വൺ അറ്റാക്സ് ഹർ. ഓക്കെ, നമിത ക്യാരക്ടർ എന്ന് പറയുന്നത് അവള് ഉള്ള കാര്യം മുഖത്ത് നോക്കിയിട്ട് സ്ട്രേറ്റ് ആയിട്ട് പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അവളെ ഒറ്റടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട്, അവളുടെ മുഖത്ത് നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദേ ഓൺലി പിഞ്ച് വിത്ത് ഷാർപ്പ് വേർഡ്സ്. അതുകൊണ്ട് തന്നെ പുറകിൽ നിന്നിട്ട് ഷാർപ്പായിട്ട് നോക്കാന്ന് പറയില്ല, അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. മുകളിൽ നോക്കി കാര്യം നമിതനെ ആർക്കും പറയില്ല. കാരണം നമിത മനസ്സിലുള്ള കാര്യം അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ്. ഓക്കെ, സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ is almost exhausted with work this morning and seeing her, she puts a twisted smile on her sweat-stricken face and says, എന്താണ്, അവളുടെ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ ഓൾമോസ്റ്റ് രാവിലത്തെ സമയമാണ്, ഒരുപാട് ജോലികൾ ഉണ്ടാവും, അതൊക്കെ ചെയ്തിട്ട് വളരെ ക്ഷീണിച്ച്, എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിട്ട് വരികയാണ്. അവര് ഇതിനെ കണ്ടപ്പോൾ ഉള്ള ഒരു സ്വെറ്റൊക്കെ തുടച്ചിട്ട് ഒരു ചിരിച്ചിരിക്കുകയാണ് അവരോട്. That is something. At least you finally decided to come down from upstairs. അതെന്തായാലും നന്നായി, ഇപ്പോഴെങ്കിലും നീ താഴത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിട്ട് തീരുമാനിച്ചല്ലോ. ബാബ, that is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the lot of now at all? നിനക്ക് രാവിലെയാണോ പകലാണോ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണ്ട, നീ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നിന്റെ റൂമിലേക്ക് നിന്റെ ഹസ്ബൻഡ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളുടെ പ്രണയ സംഭാഷണം ഇനിയും അവസാനിക്കാൻ പോകുന്നില്ലേ എന്നാണ് ആരോട് ചോദിക്കുന്നത്, നമിതനോട് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല നമിതയും അജിത്തും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും. ഓക്കെ, നമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് ദ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമിത ചുറ്റും ഒന്ന് നോക്കി, അവളുടെ ചുറ്റുള്ള അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ച് നോക്കി. എന്താണ്, സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്, സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ എയ്തർ സൈഡ്സ്. അവള് രാവിലത്തെ ആ ഒരു തിരക്കും ബഹളവും അവള് കേൾക്കാണ്. അവളുടെ ചുറ്റും ഫോറസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുന്നുണ്ട്, ഒരു ജോയിന്റ് ഫാമിലിയാണ്. ഓക്കെ, വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ. സോ
She too smiled a small smile and says in an extremely soft voice. അവർക്ക് തിരിച്ചൊരു സ്മൈൽ കൊടുത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ അവരോട് പറയാണ്, ഓ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്, യു ഷുഡ് കം ആൻഡ് സ്പീക്ക് ഇൻ സംടൈംസ് അവർ ടോക്ക് ഇസ് ഓൾ ആംഗ്രി ഡു യു നോ. അതിന് മാത്രം പറയാൻ മാത്രം ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഞങ്ങളൊന്ന് ഒളിഞ്ഞു നോക്കൊണ്ടു, ഞങ്ങളെപ്പോഴും ഡൗട്ട് ടോക്കൊന്നുമല്ല, ഞങ്ങളെപ്പോഴും ദേഷ്യപ്പെട്ടാണ് സംസാരിക്കാറുള്ളതെന്ന് നമിത അവരോട് പറയാം. മെജോ വൈഫ് ലോസ് ഹോ ആൻഡ് സേസ്. മെജോ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ അതായത് നമിതയുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വൈഫിനെയാണ് എന്ത് പറയുന്നത് മെജോ വൈഫ് എന്ന് പറയുന്നത്. അവര് തിരിച്ചിട്ട് അവരോട് പറയാണ്, സ്റ്റോപ്പ് ഇറ്റ് നോ വൈഫ്. നോ വൈഫ് എന്ന് അവർ വിളിക്കുന്നത് നമിതേനാണ്. നാലാമത്തെ അജിത്ത് എന്ന് പറയുന്നത് അവർക്ക് നാലാമത്തെ മകനാണ്, അവളുടെ വൈഫാണ് നമിത എന്ന് പറയുന്നത്. അവരെയാണ് നോ വൈഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ ബോയ്സ്. അതായത് ഒരു നിരോധിച്ചിട്ടുള്ള ഒരു ഫിഷ്, അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കപടമായിട്ടുള്ള ഭക്തി കൊണ്ട് മറക്കേണ്ട ആവശ്യമില്ല. അതൊരു ചൊല്ലാണ് കേട്ടോ. വി ഹാവൻ ബീൻ റേസ്ഡ് ഓൺ ഡോങ്കിയസ്. ഞങ്ങൾ ആരും എന്തല്ല കഴുതപ്പുല്ലല്ല കഴിക്കുന്നത്. വൈ ഡു വി നീഡ് ടു പീക്കൻ. ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം, ഞങ്ങൾ കഴുതപ്പുല്ലൊന്നല്ല കഴിക്കുന്നത്. What you are showing as right in front of our eyes 24 hours a day. നിങ്ങൾ 24 മണിക്കൂർ ഞങ്ങൾ കൺമുന്നിൽ കാണിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത് എന്നാണ് അവര് നമിതയോട് പറയുന്നത്. നമിത loves that I can bring an attractive blush to a white face. എന്താണ് അവളുടെ വെളുത്തിട്ടുള്ള അവളുടെ മുഖം ഫ്ലഷ് ആവുന്ന രീതിയിലുള്ള ഒരു ചിരി അവൾ ചിരിച്ചു കൊടുക്കാണ്. ആഫ്റ്റർ ലോഫിംഗ് ദാറ്റ് ലോഫ് ഷീ സേസ്. എന്താണ് ആ ഒരു ചിരി ചിരിച്ചിട്ട് അവൾ പറയാണ്, ഗോ ഓൺ യു സേ ദാറ്റ് നോട്ട് യെസ്റ്റർഡേ. നിങ്ങളൊന്ന് പോയി കാണുമായിരുന്നു, നിങ്ങൾ പോയി കാണുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേറെ തമാശ ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിലുള്ള സംസാരിക്കാം. ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. ബോറോ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത സഹോദരന്റെ മകനാണ്, മൂത്ത സഹോദരന്റെ ഭാര്യയാണ്. അവർക്ക് എപ്പോഴും എന്തുണ്ടാവും, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഹൗ യു ചോപ്പ് ദ വെജിറ്റബിൾസ് ഹിയർ. നിങ്ങൾ ഇതുവരെ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിംഗ് സ്റ്റോറീസ്. നിങ്ങൾ ഇവിടെ കഥ പറഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, വാട്ട് ഈസ് ദാറ്റ്. പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് അവളോട് ചോദിക്കണം, ആരോട്, നമിതയോട് ചോദിക്കണം, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ് വൈഫ്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എനിക്ക് എന്ത് നിർഭാഗ്യവശമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഹൗ ഡിഡ് യു ബേൺ യുവർ ആൻസൽ ദാറ്റ് വേ. എന്റെ സാരിയുടെ ആൻസൽ എങ്ങനെയാണ് കത്തിയത് നമിതയോട് ചോദിക്കാം. നമിത സ്റ്റാർട്ട് ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്. നമിത എന്തോ പറയാൻ വന്നിട്ട് പെട്ടെന്ന് അത് നിർത്തി. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻസ് ഷീ ഫോൾ ആൻഡ് ആൻസർ ബാക്ക് ക്വിക്ക്ലി ആൻഡ് സേസ്. എന്താണ് പെട്ടെന്ന് തന്നെ അവൾ എന്തോ പറയാൻ വന്നിട്ട് പെട്ടെന്ന് മിണ്ടാതിരുന്നു. പിന്നീട് ആ ഒരു ആൻസല് ചുരുട്ടി പിടിച്ചിട്ട് മറച്ചു പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ ഡോണ്ട് റിമൈൻഡ് മീ. ഓ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇറ്റ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാണിംഗ് മീ അബൌട്ട്. ഇത് കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ എന്നെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമല്ലേ, അത് തന്നെയാണ്. എന്താണ്, ഐ ഡിഡന്റ് ലിസൺ ആൻഡ് സീ വാട്ട് ഹാപ്പൻ. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഐ യൂസ്ഡ് മൈ ആൻസൽ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദി സ്റ്റവ്. ഞാൻ എന്ത് ചെയ്തു, എന്റെ ആൻസൽ ഉപയോഗിച്ചിട്ട് തീയില് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചൂടുവെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഞാൻ എന്റെ ആൻസൽ ഉപയോഗിച്ച് പിടിച്ചു. അതാണ് സംഭവിച്ചതെന്ന് ആര് പറയാണ്, നമിത പറയാണ്. നമിത pulls the basket of potatoes towards herself and sit down to peel the potatoes. നമിത എന്ത് ചെയ്യാണ്, പൊട്ടറ്റോ വെച്ചിട്ടുള്ള പാത്രം അവളുടെ അടുത്തേക്ക് നീക്കിട്ട് പൊട്ടറ്റോ പീൽ ചെയ്യാൻ തുടങ്ങാണ്. ആൻഡ് in her mind, she keep thinking about how she might be able secretly to send mothers a few rupees. അങ്ങനെ അവള് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും, പൊട്ടറ്റോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ എന്താണുള്ളത്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അമ്മയുടെ അടുത്തേക്ക് എങ്ങനെ എത്തിക്കും എന്ന് അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ കാൺട്ട് റിയലി റൈറ്റ് ഹർ, ഐ കാൺട്ട് ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അവൾ ഓൾറെഡി തീരുമാനിച്ചിരുന്നല്ലോ, നമുക്കൊരു ലെറ്റർ അയക്കണം, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ലെറ്റർ അയക്കണം എന്ന് വിചാരിച്ചിരുന്നല്ലോ. പക്ഷെ എങ്ങനെയൊക്കെ ആലോചിച്ചാലും ഇപ്പത്തെ ദേഷ്യത്തിൽ അങ്ങനെ കരുതി എന്ന് വെച്ചിട്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ എഴുതാനായിട്ട് പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ അമ്മക്ക് ആകെ ഉള്ള ഒരു മകളാണ്. അവരാണെങ്കിൽ അവരുടെ വാർദ്ധക്യ കാലത്താണ്. അപ്പൊ അവരെ സഹായിക്കണമെങ്കിൽ ഇവള് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ബോധം ആർക്കുണ്ട്, നമിതയ്ക്കുണ്ട്. However, the entire village knows Nomida is a cute. Nomida's husband is high-minded and large-hearted. അതിലേറെ അവരുടെ വില്ലേജിൽ, നമിതയുടെ വില്ലേജിൽ ആകെപ്പാടെ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു കാര്യം എന്താണ്, നമിത ഒരു രാജ്ഞിയെ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് ഭയങ്കര വിശാല ഹൃദയമായിട്ടുള്ള ഒരാളാണ്. അവരെ എല്ലാരെയും സഹായിക്കുന്ന മനസ്ഥിതിയുള്ള ഒരാളാണ് നമിതയുടെ ഹസ്ബൻഡ് അജിത്ത് എന്നൊക്കെയാണ് നമിതയുടെ വില്ലേജിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനെ തിരുത്താനും ആര് തയ്യാറല്ല, നമിത തയ്യാറല്ല.
ദിസ് ഈസ് പ്രിസൈഡ്ലി വൈ ഐ കമ്പയർ വുമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കാരണം കൊണ്ടാണ് വുമനെ ഞാൻ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് ആര് പറയാണ്? ആശാപൂർണ ദേവി പറയാം. എന്താണ്? Even when they have the material within themselves to set off many rapid fires, they never flare up and burn with the mask of men's high mindedness, their large hurtness. They don't burn away their own colorful shells. എന്താണ്? ഇത്രയ്ക്ക് അവരുടെ ഉള്ളിൽ ചുറ്റുമുള്ളതിനെല്ലാം കരിച്ചു കളയാനുള്ള പാകത്തിനുള്ള ഒരു ഫയർ അവരുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല? അവരുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ അവരുടെ പുരുഷന് മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു മുഖംമൂടി ഉണ്ടാവില്ല, നല്ലത് എന്നുള്ള ഒരു മുഖംമൂടി ഉണ്ടാവില്ല. ആ മുഖംമൂടിനെ വലിച്ചു കീറാനായിട്ട് ആര് ശ്രമിക്കുന്നില്ല. അവർ കുറച്ച് കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മോശമാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അവരുടെ പാർട്ട്ണറിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. വുമൻസ് ശ്രമിക്കുന്നില്ല. ദേ വോണ്ട് ബേൺ ദം. ദ മെൻ നോ ദിസ് ടു. ഓക്കെ, അവർ ഒരിക്കലും അവരുടെ പുരുഷനെ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കില്ല എന്നുള്ള കാര്യം ആർക്കും അറിയാം. അവരുടെ മെന്നും അറിയാം. ഓക്കെ, that is why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വുമൻസിനെ മാച്ച് ബോക്സസിന്റെ പോലെ കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലും അവിടെ ഇവിടെയൊക്കെ വളരെ അലക്ഷ്യമായിട്ടുള്ള രീതിയിൽ വിട്ടിട്ട് പോകുന്നത്. Without fear, they put them in their pockets. Okay, അത് അവരെ ഒറ്റയ്ക്ക് വിടാതെ എന്താണ് ഒരു പേടിയും ഇല്ലാതെ വിത്തൗട്ട് ഫിയർ, അവരോട് ഒരു പേടിയും ഇല്ലാതെ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്, അവരുടെ പോക്കറ്റിൽ അവര് സ്ത്രീകളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അതായത് അവരുടെ ഒരു അധികാരത്തിൽ സ്ത്രീകളെ സൂക്ഷിക്കുകയാണ്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്നാണ് പറയുന്നത്. കാരണം വുമൻസ് അവരെ ഒരിക്കലും എന്തില്ല, അവരുടെ ഉള്ളിൽ അങ്ങനെ ഇത്രയും ഒരു ഗൺ പവർ ഉണ്ടെങ്കിൽ പോലും അവരുടെ പുരുഷനെ മോശമാക്കുന്ന രീതിയിൽ അവരൊരിക്കലും പെരുമാറില്ല എന്ന് ആർക്കും അറിയാം. അവരുടെ ആ ഒരു ഹസ്ബൻഡുമാർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാ വീട്ടിലെയും വുമൻസിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൽ നൊമിത എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് തന്നെ ആയിരിക്കും. നമ്മുടെ അമ്മമാര്, നമ്മുടെ സഹോദരിമാര്, അവരിലൊക്കെ നമ്മൾ കാണുന്ന ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നൊമിതയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഒരു മാച്ച് ബോക്സും വുമണും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പം ക്യാരക്ടർ സ്കെച്ചിന്റെ ഒരു റെഫറൻസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കണം, എന്നിട്ട് നിങ്ങളുടെ രീതിയിലൊന്ന് എഴുതി വെക്കണം. ഓക്കെ, നമിതയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും? നമിതയുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് പറയാം. അവള് നല്ലൊരു സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് അവൾക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് അവള് കല്യാണം കഴിപ്പിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമുക്ക് എഴുതാൻ പറ്റും. ഫിസിക്കൽ അപ്പിയറൻസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അവളുടെ സ്വഭാവം എഴുതാൻ പറ്റും. അപ്പൊ സ്വഭാവത്തിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? അവള് അവളുടെ ഉള്ളിൽ അത്രയും ഒരു ഗൺ പവർ ഉണ്ടായിട്ടും അവളുടെ ഹസ്ബൻഡിനെ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം എഴുതാൻ പറ്റും. പിന്നെ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണ്. ആ സെൽഫ് റെസ്പെക്റ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവള് എന്ത് ചെയ്യുന്നത്, അവിടെ ചൂടാവുന്നത്. പിന്നെ അവളുടെ അമ്മനെ സഹായിക്കണം എന്ന് മനസ്സുള്ള ഒരാളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ഹസ്ബൻഡിന്റെ മുഖംമൂടി വലിച്ചു കീറാൻ നോക്കുന്നില്ല. അവരുടെ ഹസ്ബൻഡും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ അവൾ ശ്രമിക്കുന്നില്ല. സ്വയമായിട്ട് പരിഹരിക്കാനൊക്കെ നോക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു റെഫറൻസ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അതിലെ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, അതിന്റെയും റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അജിത്തിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അജിത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഹൈ മൈൻഡ് ആയിട്ടുള്ള രാജാവായിട്ടുള്ള ആളാണെങ്കിലും അവരുടെ ശരിക്കുള്ള സ്വഭാവം ആർക്കാണ് അറിയാൻ പറ്റുന്നത്? ആ ഒരു നമുക്ക് മാത്രമാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെയും ഒരു റെഫറൻസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള രീതി ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ വുമൻ ആൻഡ് മാച്ച് ബോക്സ്, അതിന്റെ ഒരു പാരഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഷുവറായിട്ടും വായിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും എസ്സേ ക്വസ്റ്റ്യനോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായില്ല എല്ലാവർക്കും? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം കേട്ടോ. താങ്ക് യു.